നമസ്കാരം. ഈ പടത്തിൽ കാണുന്നതാണ് പുരുഷ ബീജാണുക്കൾ. അത് പുരുഷൻ്റെ പ്രത്യുൽപാദന ശേഷിയുള്ള കോശമാണ്. പുരുഷ ബീജാണുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പടത്തിൽ കാണാം, അതിനൊരു ഹെഡുണ്ട്, അതിന് ഒരു വാലുണ്ട്. ഈ കടയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ പുരുഷ ബീജാണു ഒരു അണ്ഡവുമായിട്ട് സംയോജിച്ച് അതിനെ തുളച്ചകത്തോട്ട് കയറുക. ഇതാണ് ഹെഡിൻ്റെ ഫംഗ്ഷൻ, തലയുടെ ഫംഗ്ഷൻ. വാലിൻ്റെ പ്രവർത്തനമോ ബീജാണുക്കൾക്ക് വേണ്ട മുമ്പോട്ട് പോകാനായിട്ടുള്ള ഊർജം നൽകുക. ഇവിടെ നാം ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പുരുഷ ബീജാണുക്കളുടെ നിലവാരം വളരെ പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും രോഗികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡോക്ടർ എനിക്ക് കോടിക്കണക്കിന് ബീജാണു ഉണ്ടല്ലോ, അതിൽ ഒരു ബീജാണു പോരെ അണ്ഡവുമായിട്ട് യോജിക്കാൻ. എന്നാൽ നാം മനസ്സിലാക്കണം, ബീജാണുക്കളുടെ നിലവാരം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് ബീജാണുവിൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ, നാം ഈ പടത്തിൽ പറയുന്നത് പോലെ അണ്ഡവുമായിട്ട് യോജിച്ച് ഒരു ഭ്രൂണമാക്കാനായിട്ടുള്ള അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ സ്പേം ക്വാളിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും ബീജാണുക്കളുടെ എണ്ണത്തെപ്പറ്റി നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. എൻ്റെ കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ ചെയ്ത എല്ലാ വാല്യൂ അവർ ഓർത്തിരിക്കും. എന്നാൽ ബീജാണുക്കളുടെ നിലവാരത്തെപ്പറ്റി ഒരു ധാരണ കുറച്ച് കുറവാണ് പൊതുവെ എന്ന് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ സെമൻ എന്ന് പറയുന്നത് നാം മനസ്സിലാക്കണം, പല ഗ്രന്ഥികളുടെ സ്രവമുണ്ട് അവിടെയുണ്ട്. നമ്മൾ ഈ പടത്തിൽ കാണുന്ന ടെസ്റ്റീസിൻ്റെ സ്രവമുണ്ട്. 5% മാത്രമേ ഈ സെമനകത്ത് നമ്മുടെ വൃഷ്ണത്തിൽ നിന്ന് വരുന്ന ഘടകങ്ങളുള്ളൂ. 46 മുതൽ 80% സെമിനൽ വെസിക്കിൾ, നമ്മൾ ഈ പടത്തിൽ കാണുന്ന സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞ ഗ്രന്ഥിയിൽ നിന്ന് വരുന്നതാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി 13 മുതൽ 33% സ്രവം ഉൽപ്പാദിപ്പിക്കും. ബാക്കിയുള്ള നമ്മൾ ഈ പടത്തിൽ കാണുന്ന ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ബാക്കിയുള്ള സ്രവം. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, സെമൻ എന്ന് പറയുന്നത് പല ഗ്രന്ഥികളുടെ സ്രവങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ഈ ബീജാണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വൃഷ്ണത്തിനുള്ളിൽ മാത്രമാണ്. ഈ പടത്തിൽ കാണുന്നത് പോലെ പല ഘട്ടത്തിലൂടെയാണ്. സ്പെർമാറ്റോഗോണിയം ഒരു സ്പെർമാറ്റോസൈറ്റ് ആവുന്നു, സ്പെർമാറ്റോസൈറ്റ് പിന്നെ സ്പെർമാറ്റിഡ് ആവുന്നു, സ്പെർമാറ്റിഡ് അതിന് വാല് വെച്ച് അണ്ഡവുമായിട്ട് യോജിക്കാൻ കഴിവുള്ള ഒരു പുരുഷ ബീജമായി മാറുന്നു. ഈ പ്രക്രിയകൾക്ക് ഏകദേശം 60 ദിവസത്തോളം എടുക്കും. പിന്നീട് ഒരു 14 ദിവസം ഈ കൊള്ളിൽ കൂടി വരുവാനും എടുക്കും. എന്താണ് ഈ അറിവിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, പലപ്പോഴും കൗണ്ട് കുറവുള്ളവർ, പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് വരുന്നവർ, അവർ വളരെ ഷോർട്ട് പീരീഡിന് വരും, 1 മാസം 2 മാസം. അപ്പോൾ അവർ നാട്ടിൽ വന്നിട്ട് പരിശോധന ചെയ്യാം, അതിനുള്ള ഗുളിക കഴിക്കാം എന്നൊരു ധാരണയാണ് അവർക്കുള്ളത്. കാരണം വൈഫിന് അണ്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള ഗുളിക എടുത്താൽ ആ സൈക്കിൾ തന്നെ അവർ അണ്ടർ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഞാനും ഗുളിക കഴിച്ചാൽ പിറ്റേ ദിവസം തന്നെ എൻ്റെ കൗണ്ട് കൂടും എന്നൊരു ധാരണ ഉണ്ട്. അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, കൗണ്ട് കുറവുള്ള ഒരാൾ ഗുളിക കഴിച്ചു അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്താൽ ആ സൈക്കിളിൽ തന്നെ അവർക്ക് ഫലം കിട്ടും എന്ന് കരുതരുത്. അവർ വിദേശത്തു നിന്ന് നാട്ടിലോട്ട് വരികയാണെങ്കിൽ ഏകദേശം 70 ദിവസം മുമ്പ് അതിൻ്റെ ചികിത്സ എടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഗ്രന്ഥികൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, സെമിനൽ വെസിക്കിൾ ഗ്രന്ഥി, ഇവയ്ക്കൊക്കെ വളരെ പ്രവർത്തനങ്ങളുണ്ട്. ഈ ഗ്രന്ഥികൾക്ക് വീക്കം വന്നാൽ അത് നമ്മുടെ ബീജത്തിൻ്റെ നിലവാരത്തെ ബാധിക്കും. ഈ ഒരു അറിവ് പ്രാധാന്യമുള്ളതാണ്. എല്ലാ ഇൻഫെക്ഷനും ലൈംഗികമായിട്ടുള്ള മാത്രമേ വരൂ എന്ന് ഒരിക്കലും അർത്ഥമാക്കരുത്. എന്നാൽ ലൈംഗികമായിട്ടുള്ള ഇടപെടൽ ഈ ഗ്രന്ഥികളുടെ ഇൻഫെക്ഷന് ഒരു കാരണമാണ്. വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങൾ, അതിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ ഒക്കെ പുരുഷ ബീജത്തിൻ്റെ നിലവാരത്തെ ബാധിക്കും എന്ന് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ സെമൻ എടുത്താൽ അതൊരു കട്ടിയുള്ളൊരു ഇതാണ്. എന്നാൽ ഒരു 5 മുതൽ 40 മിനിറ്റിന് ശേഷം അതിൻ്റെ കട്ടി കുറയണം. ഒരു നോർമൽ സെമൻ്റെ അളവ് 2 മുതൽ 5 ml ആണ്. ബീജാണുക്കളുടെ കൗണ്ട് എന്നുള്ളത് അവിടെ ഒരു ടെക്നിക്കൽ ബിസിനസ്സാണ്. അവിടെ പല കാര്യങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ ഇതെടുക്കാനായിട്ടുള്ള ഉണ്ടായ ഗ്യാപ്പ്, നമ്മൾ ഇതിനെ ലാബിൽ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സെമനുണ്ടായിട്ടുള്ള കേടുപാടൊക്കെ ഇതിൻ്റെ ഘടകങ്ങളാണ്. ഒരു വ്യക്തിയിൽ തന്നെ കുറച്ച് ദിവസം കൊണ്ട് വളരെ വ്യത്യാസം സെമൻ കൗണ്ടി നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3 സാമ്പിള് അറ്റ്ലീസ്റ്റ് 3 ആഴ്ച ഇടയ്ക്ക് നമ്മൾ നോക്കണം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു സിംഗിൾ സാമ്പിൾ നോക്കിയിട്ട് എൻ്റെ കൗണ്ട് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് കരുതരുത്.
പലപ്പോഴും ഞാൻ രോഗികളെ കണ്ടിട്ടുണ്ട്. അവർ വലിയ ഒരു 7 ടെസ്റ്റിൻ്റെ ഒരു പേപ്പറുകൾ അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യം നോക്കിയപ്പം 1 മില്യൺ, അടുത്ത പ്രാവശ്യം നോക്കിയപ്പം 1.5 മില്യണായി. അപ്പോൾ അവർ നിഗമിക്കുകയാണ് കൗണ്ട് കൂടിയെന്ന്. അപ്പം ഞാൻ പ്രതികരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ നാൾ മരുന്ന് കഴിച്ചാൽ എൻ്റെ കൗണ്ട് വീണ്ടും കൂടും എന്നൊരു ധാരണ അവർക്കുണ്ട്. അത് പാടെ തെറ്റാണ്. നമ്മൾ ആ രീതിയിൽ കൗണ്ടിനെ ഒരിക്കലും കാണരുത്. നമുക്ക് ഗുളികകൾ കൊണ്ടുണ്ടാകുന്ന മാറ്റം, ചികിത്സകൾക്കുണ്ടാകുന്ന മാറ്റം നമുക്കൊരു 74 ഡേയ്സിനുള്ളിൽ അറിയാം. വീണ്ടും നമ്മൾ ആ ഗുളികകൾ കൂടുതൽ നാൾ കഴിച്ചാൽ കൗണ്ട് കൂടും എന്നുള്ള ധാരണ പൂർണ്ണമായിട്ട് ശരിയല്ല. ഇതിൻ്റെ പുറകിൽ ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. എന്താണ് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കൗണ്ട് കുറവുള്ള ഒരാൾ ഗുളികകൾ മാറി മാറി പല ഡോക്ടർമാരെ കാണിച്ച് ഗുളികകൾ കഴിച്ച് ഹോമിയോ, അലോപ്പതി, ആയുർവേദമൊക്കെ കമ്പൈൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് അവർക്ക് നഷ്ടപ്പെടുന്നത് വളരെ വിലയേറിയ സമയമാണ്. കാരണം വൈഫിൻ്റെ പ്രായം കൂടുമ്പോൾ കൂടിയ ചികിത്സകളുടെ ഫലവും കുറയും. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, ചികിത്സകൾ മാറി മാറി എടുത്തിട്ട് കാര്യമില്ല. എന്താണ് കാരണം എന്ന് വ്യക്തമാക്കി ശരിയായ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞിനെ വളർത്തുന്നതിൽ അമ്മയ്ക്ക് പങ്കുണ്ട്, അച്ഛന് പങ്കുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഒരു ഭ്രൂണത്തിൻ്റെ വളർച്ചയിൽ പുരുഷ ബീജാണുവിന് പ്രാധാന്യമുണ്ട്. അതിൻ്റെ വളർച്ചയിൽ വളരെ നിർണായകമായ ഒരു ഘട്ടം അതിൻ്റെ അണ്ടത്തിൻ്റെ നിലവാരമാണ്. ഈ അറിവ് പ്രാധാന്യമുള്ളതാണ്. എത്ര ആരോഗ്യമുള്ള ഒരു അണ്ടം നമുക്ക് ലഭിച്ചാൽ ഒരു പരിധിവരെ പുരുഷ ബീജത്തിൻ്റെ നിലവാരത്തെ, അതിൻ്റെ വൈകല്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് അണ്ടത്തിൻ്റെ നിലവാരത്തിന് സാധിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഈ കോശങ്ങൾക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ സൈറ്റോപ്ലാസം എന്ന ഘടകമുണ്ട്. അപ്പം ഇവിടെ ഒരു അണ്ടത്തിൻ്റെ നിലവാരത്തെ പറ്റി ഒരു എംബ്രിയോളജിസ്റ്റ് പഠിക്കുമ്പോൾ അവർ നോക്കുന്നത് ആ അണ്ടത്തിൻ്റെ സൈറ്റോപ്ലാസം, അണ്ടത്തിൻ്റെ ആവരണമായ നമ്മൾ ഈ പടത്തിൽ കാണുന്ന സോണ പെല്ലുസിഡ എന്ന ഭാഗം, പോളാർ ബോഡി, ഈ ഘടകങ്ങളാണ് ഒരു അണ്ടത്തിൻ്റെ നിലവാരത്തെ പറ്റി പഠിക്കുവാൻ എംബ്രിയോളജിസ്റ്റ് ഉപയോഗിക്കുന്ന നിബന്ധനകൾ. രംഗത്ത് ഇന്ന് നമ്മൾ വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് നമ്മൾ ഈ പടത്തിൽ കാണാം. അവയൊക്കെ ഇവയുടെ നിലവാരത്തെ പറ്റി അറിയുവാൻ സഹായകരമാണ്. എന്താണ് ഒരു വന്ധ്യതാ ചികിത്സകൻ്റെ വെല്ലുവിളി? ഈ അണ്ടത്തിൻ്റെയും പുരുഷ ബീജത്തിൻ്റെയും മുമ്പോട്ട് പോകാനായിട്ടുള്ള കോശങ്ങളുടെ ഊർജം, അതേപ്പറ്റിയുള്ള പഠനം, അത് എങ്ങനെ കൂട്ടാം? അതിലാണ് ഒരു വന്ധ്യാ ചികിത്സകൻ ശ്രദ്ധിക്കുന്നത്. അത് എന്തുമാത്രം അവന് കൂട്ടുവാൻ സാധിക്കും, അതനുസരിച്ച് അവൻ്റെ രോഗികൾക്ക് കൂടുതൽ ഫലം നൽകുവാൻ അയാൾക്ക് കഴിയും.